കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായി. അതുപോലെ കഥാസാഗരമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന കഥകൾ. അപ്പോൾ നമുക്ക് വൈകണ്ട അല്ലേ, കഥയിലോട്ട് കിടക്കാം. കഥയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കഥയെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിലെ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നെടുത്തൊരു കഥയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ കഥയാണെങ്കിൽ ഒരു നുണക്കഥയാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നുണകൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ നുണക്കഥ നമുക്കൊന്ന് കേട്ട് കളയാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ മാധവൻ എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം ഒരു കടലാസിൽ കുറേ നുണകൾ പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് എന്തു ചെയ്തെന്നോ, ആ നുണകൾ ഒരു ജനൽ പടിമേൽ സൂക്ഷിച്ചു വെച്ചു. ഒരു ദിവസം ഒരെലി അതുവഴി സഞ്ചരിച്ചപ്പോൾ നുണകൾ താഴെ വീണ് പൊട്ടിച്ചിതറി. അതിൽ നിന്ന് ഒരു വലിയ കൊമ്പനാന പുറത്തു വന്നു. ആന വേഗം എഴുന്നേറ്റ് മുറ്റത്തുകൂടെ ഇറങ്ങി ഓടി. ഗേറ്റ് തുറന്ന് ഇടവഴിയിലൂടെ അവൻ സഞ്ചരിച്ചു തുടങ്ങി. അപ്പോൾ അതുവഴി ഒരു നമ്പൂതിരി കയ്യിൽ ഒരു വെള്ളോട്ട് കിണ്ടിയുമായി വരുന്നുണ്ടായിരുന്നു. ആനയെ കണ്ടപ്പോൾ നമ്പൂതിരി തിരിഞ്ഞോടി. ആനയാകട്ടെ വിടാൻ കൂട്ടാക്കിയില്ല. നമ്പൂതിരിയുടെ പിറകെ ഓടി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ നമ്പൂതിരി ക്ഷീണിച്ചു. നമ്പൂതിരി വേഗം തന്നെ കിണ്ടി താഴെ വെച്ച് അതിനുള്ളിൽ കയറിക്കൂടി. നമ്പൂതിരിക്ക് പിന്നാലെ ആനയും അതിനുള്ളിൽ കയറിക്കൂടി. പേടിച്ചു വരേണ്ട നമ്പൂതിരി വേഗം കിണ്ടിയുടെ വാലിലൂടെ പുറത്തേക്കിറങ്ങി ഓടി. ആനയും കിണ്ടിവായിലൂടെ പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. പക്ഷേ ആനയുടെ വാലിന് വണ്ണം കൂടുതലായതിനാൽ കിണ്ടിയുടെ വാലിനുള്ളിൽ നിന്ന് പുറത്തു കടന്നില്ല. ആന വാലിന്മേൽ കിണ്ടിയും തൂക്കിക്കൊണ്ട് നമ്പൂതിരിയുടെ പിന്നാലെ ഓടി. നമ്പൂതിരി ഓടി ഓടി അവസാനം ഒരു പുഴയുടെ തീരത്തെത്തി. പുഴക്കടവിൽ ഉണ്ടായിരുന്ന ഒരു തോണിയിൽ കയറി അക്കരയ്ക്ക് തുഴഞ്ഞുപോയി. ആനയ്ക്ക് തോണി കിട്ടിയില്ല. എന്തു ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് ആന കുറച്ചു നേരം പുഴക്കടവിൽ തന്നെ നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അക്കരെ നിന്ന് നായാട്ടുകാർ ആരോ ഒരാൾ വിളിച്ചു കൂവുന്ന ശബ്ദം ആന കേട്ടു. ശബ്ദ തരംഗം പിടിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ ആന അക്കരെ എത്തിച്ചേർന്നു. എന്നിട്ട് വീണ്ടും നമ്പൂതിരിയുടെ പിന്നാലെ ഓടി. പേടിച്ചു വരേണ്ട നമ്പൂതിരി വേഗം ഒരു മരത്തിന്മേൽ കയറിക്കൂടി. ആനയ്ക്ക് മരത്തിന്മേൽ കയറാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ അത് മരത്തിന്മേൽ ആഞ്ഞു കുത്തിക്കൊണ്ടിരുന്നു. നമ്പൂതിരി ഈ സമയം പേടിച്ചു വിറച്ച് മൂത്രമൊഴിക്കാൻ തുടങ്ങി. ആനയാകട്ടെ ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തി. മൂത്രം കയറാക്കിക്കൊണ്ട് ആന പതുക്കെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ആന പകുതിയോളം ഉയരത്തിലെത്തിയപ്പോൾ നമ്പൂതിരിക്ക് ഒരു യുക്തി തോന്നി. നമ്പൂതിരി മൂത്രമൊഴിക്കുന്നത് മതിയാക്കി. ആന ചടപടോന്ന് താഴെ വീണ് ചത്തുപോയി. നമ്പൂതിരി പതുക്കെ മരത്തിന്മേൽ നിന്ന് താഴെ ഇറങ്ങി ആനയുടെ വാലിൽ നിന്ന് കിണ്ടി വേർപെടുത്തിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇത്രയുമാണ് കഥ. കഥയുടെ പേര് ആനയും നമ്പൂതിരിയും. കേരളത്തിലെ മുത്തശ്ശി കഥകൾ എന്ന പുസ്തകം. ഈ പുസ്തകം എഴുതിയത് KN കുട്ടി ആണ്. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കഥ.
അപ്പോൾ ഇത് നുണയുടെ കഥയാണ്. നുണയെന്ന് പറയുമ്പോൾ കുറേ നുണകൾ നമ്മുടെ കൈവിട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതാകെ പ്രശ്നം ഉണ്ടാക്കും. പലരുടെയും ജീവിതം തകർക്കാൻ കെൽപ്പുള്ളതാണ് ഈ നുണകൾ. കൈവിട്ട് പോയാൽ, അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ എന്താണ്? അത് ഒന്നിൽ നിന്ന് വേറൊരു കുഴപ്പത്തിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരർത്ഥവുമില്ലാത്തൊരു കഥയാണ് നമ്മളിന്ന് കേട്ടത്. ഒരർത്ഥവുമില്ല, ഭാവന ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഥ തുടങ്ങുന്നത് ഒരു ദിവസം ഒരു കടലാസിൽ കുറേ നുണകൾ പൊതിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ്. നുണകളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണല്ലേ. പുറത്തെടുത്ത് വിട്ടാലോ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അത് നമുക്കൊരു സ്വസ്ഥതയും തരത്തില്ല. അല്ലാതെ നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കും, ആക്രമിക്കും, പല പല ആപത്തുകളിൽ കൊണ്ട് നമ്മളെ ഇടും. ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ, പത്രങ്ങളൊക്കെ കാണാം, ചിലപ്പോൾ ചിലർക്കെതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അവസാനം അവർ തന്നെ കുടുങ്ങും. കുറേ കഴിയുമ്പോൾ സത്യം എങ്ങനെയായാലും പുറത്തു വരും, അല്ലേ? യുദ്ധകാലത്തൊക്കെ രാജ്യങ്ങൾ പലപ്പോഴും ഇത്തരം നുണകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. പിൽക്കാലത്ത് അതൊക്കെ നമുക്കത് മനസ്സിലാവും, അത് നുണകളായിരുന്നു. പക്ഷേ നുണകൾ ഉണ്ടാക്കുന്ന വിപത്ത് വല്ലാത്തതാണ്. ഇതിനെ പ്രൊപ്പഗാൻഡ എന്ന് പറയും. ഈ യുദ്ധസമയത്തൊക്കെ ഈ പ്രൊപ്പഗാൻഡ രാജ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഈ പ്രൊപ്പഗാൻഡ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. യുദ്ധം ഒട്ടനവധി സൈനികരുടെ ജീവൻ അപഹരിച്ചു. പക്ഷേ അതിനേക്കാളപ്പുറം ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സുകളിൽ വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകിയിരുന്നു. അതൊക്കെ എങ്ങനെ സംഭവിച്ചത്? പ്രൊപ്പഗാൻഡ വഴിയാണ്. അപ്പോൾ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണ വേലകൾ, സംഘടിത പ്രചാരണ വേലകൾ നല്ലതിനും ഉപയോഗിക്കാം, സംരക്ഷണത്തിനും ഉപയോഗിക്കാം. പൊതുജന അഭിപ്രായം രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ ശത്രുവിനോടുള്ള ദേഷ്യം, അല്ലേ, അവരോടുള്ള ഒരു വൈരാഗ്യം ഒക്കെ രൂപീകരിക്കാനും ജനങ്ങൾക്ക് ഒരു ഒരുമയുണ്ടാക്കാനും ഒക്കെ ഇത്തരം പ്രൊപ്പഗാൻഡകൾ ഉപയോഗിച്ചിരുന്നു. ഒരു കൂട്ടായ യോജിപ്പിന് വേണ്ടി. ശത്രു ഉണ്ടെങ്കിലല്ലേ ഒരു കൂട്ടായ യോജിപ്പുണ്ടാവുള്ളൂ. ഒരുമിച്ച് നിന്ന് പോരാടാൻ വേണ്ടിയൊക്കെ ഇത്തരം പ്രൊപ്പഗാൻഡകൾ അല്ലെങ്കിൽ പ്രചാരണ വേലകൾ, അല്ലേ, സംഘടിതമായിട്ടുള്ള പ്രചാരണ വേലകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പഴയ കാലത്തുമൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കാര്യമല്ല. ഈജിപ്തിൽ ഫാരോസ് അല്ലെങ്കിൽ അവരുടെ ഭരണകർത്താക്കളെ ഇങ്ങനെ വാഴ്ത്തിയിരുന്നു. അപ്പോൾ മനുഷ്യരുണ്ടായ കാലം മുതലേ ഉണ്ടായിരുന്നു ഈ ഇത് കണക്ക് രാജാവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള കഥകൾ ഉണ്ടാവുക. അപ്പോൾ ജനങ്ങൾ രാജാവിനോടൊപ്പം നിൽക്കും, രാജാവിനോടുള്ള രാജഭക്തി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രചാരണ വേലകൾ മനുഷ്യനോളം തന്നെ പഴക്കമുണ്ടെന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ ഇതൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത് വലിയ യുദ്ധങ്ങളുണ്ടായപ്പോൾ, ലോക മഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതും ഒരു വസ്തുതയാണ്. പ്രസ്സും റേഡിയോയും സിനിമയും എല്ലാം, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ മേഖലകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണ വേലകളാണ് ഒന്നാം ലോകമഹായുദ്ധത്തിലൊക്കെ നടത്തിയിരുന്നത്. ഹിറ്റ്ലറൊക്കെ അതിന് വളരെ കുപ്രസിദ്ധി ആർജിച്ചവരാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊന്ന് ഒരു നുണക്കഥ പറഞ്ഞപ്പോൾ നുണയുടെ ഒരു പശ്ചാത്തലവും ചരിത്രവും ഒക്കെ ഒന്ന് പരിശോധിച്ചതാണ്. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരു കഥയും കുറച്ച് വിശേഷങ്ങളുമൊക്കെ ചർച്ച ചെയ്യാം. ഇന്ന് ഇത്രയും മതി. അപ്പോൾ ഇവിടെ വാങ്ങുന്നു. ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.